പ്രിയപ്പെട്ടവര്, എന്തുകൊണ്ട് റഷ്യക്ക് വിജയിക്കാൻ കഴിയുന്നില്ല, ഇറാന് വിജയിക്കാൻ കഴിയുന്നു? ഉക്രൈന് മുന്നിൽ ഉക്രൈന് എല്ലാവിധ സഹായങ്ങളും യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഒക്കെ നൽകുന്നുണ്ട്. എങ്കിൽ പോലും ഉക്രൈനാണ് അവിടെ റഷ്യക്കെതിരെ ആക്രമണം നടത്തുന്നത്. ഇവിടെ റഷ്യക്ക് വേണ്ട രീതിയിലുള്ള വിജയം കൈവരിക്കാൻ കഴിയുന്നില്ല. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് യുദ്ധം നടത്തുമ്പോഴും ആ രാഷ്ട്രങ്ങൾക്ക് നേരെ, അതായത് യുദ്ധം ചെയ്യുന്ന അമേരിക്കക്ക് നേരെ പ്രതികരിക്കാൻ, ആക്രമിക്കാൻ ഇറാന് സാധിക്കുകയില്ല. കാരണം അമേരിക്ക നിൽക്കുന്നത് ഇറാനിൽ നിന്നും വളരെ അകലെയാണ്. എന്നാൽ ഇസ്രയേലിലേക്ക് തന്നെ പല രാഷ്ട്രങ്ങളുടെയും അപ്പുറത്താണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് വേണം ആക്രമണം നടത്താൻ. എന്നാൽ അമേരിക്കക്കാവട്ടെ, അമേരിക്കക്കും അതുപോലെ ഇസ്രയേലിനും ഇറാനിൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ എല്ലാം സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഇസ്രയേലിനെ ആണെങ്കിലും അമേരിക്കയാണെങ്കിലും പരാജയപ്പെടുത്താൻ, അവരെ ആക്രമണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ എന്തുകൊണ്ട് ഇറാന് സാധിക്കുന്നു എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. ഇപ്പോൾ പുടിൻ പറയുന്നത് ഇറാന്റെ രീതിയിലുള്ള, ഇറാൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു യുദ്ധമാണ് ആവശ്യം. അവർക്ക് അതുകൊണ്ടാണ് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങളും ആ വഴിയെ വരികയാണ്, അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം, കടലിൽ അമേരിക്കക്ക് ഒരു പിടിയും കൊടുക്കാതെ ഇറാൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഇറാൻ അമേരിക്കയെ അടിച്ചൊതുക്കിയത് പ്രധാനമായും അവരുടെ മൊസ്കിറ്റോ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ബോട്ടുകളാണ് സ്പീഡ് ബോട്ടുകൾ. ഇത് വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് ഇറാൻ ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഇറാൻ സ്വയം വികസിപ്പിച്ചതാണ്. ഇങ്ങനെ വിജയം നേടാൻ കഴിയുമെന്നതാണ് ഇറാൻ കണ്ടെത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ ചിന്തിക്കേണ്ടത്, അമേരിക്കയും അതുപോലെ റഷ്യയും ഒക്കെ വലിയ രൂപത്തിലുള്ള പണം ചെലവഴിച്ച് വലിയ ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത്രയൊന്നും പണം ചെലവഴിക്കാതെ ഇറാൻ ഇവരെയെല്ലാം പരാജയപ്പെടുത്താൻ പറ്റിയ ആയുധങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ഇറാൻ ചിന്തിക്കുന്നത് തങ്ങളുടെ ശത്രു എന്തെല്ലാം ആയുധമാണ് വികസിപ്പിച്ചിട്ടുള്ളത്, ആ ആയുധങ്ങളെ കുറിച്ച് അവർ പഠിക്കുന്നു. അതിന് എവിടെയാണ് അതിനുള്ള പോരായ്മകളുള്ളത്, അതിന്റെ ലൂപ്പ് ഹോളുകൾ എവിടെയാണ്, ഇത് മനസ്സിലാക്കി ആ ഒരു ലൂപ്പ് ഹോളിലൂടെ അതിനെ പരാജയപ്പെടുത്തുക, അതിനു വേണ്ടിയുള്ള ആയുധങ്ങളാണ് ഇറാൻ വികസിപ്പിച്ചത്. ഇറാന്റെ ആയുധങ്ങളൊന്നും അത്ര ഈ അമേരിക്കയെ പോലുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ആയുധങ്ങളല്ല. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഗ്യാപ്പുകൾ എവിടെയാണ്, അവരുടെ പോരായ്മകൾ എവിടെയാണുള്ളത്, ആ പോരായ്മകളിൽ, ആ ലൂപ്പ് ഹോളുകളെ ആക്രമിച്ച് കീഴടക്കുക എന്നതാണ് ഇറാന്റെ തന്ത്രം. മാത്രമല്ല, ഇറാന്റെ ശത്രുക്കൾ ആരെല്ലാമാണ്, ആരോടെല്ലാമാണ് ഇറാനെ ആക്രമിക്കേണ്ടത്, ആ ശത്രുക്കൾ ഏതെല്ലാം ആയുധങ്ങൾ ഞങ്ങൾക്കെതിരെ ഉപയോഗിക്കും, ആ ആയുധങ്ങളിൽ നിന്ന് രക്ഷ തേടാൻ ആവശ്യമായ മലകൾക്കടിയിലുള്ള പാറകൾ തുറന്നുള്ള ബങ്കറുകളും അതുപോലെ അവിടെയുള്ള അവരുടെ മിലിറ്ററി ബേസുകൾ, ഇതെല്ലാം അവർ സെറ്റ് ചെയ്തു. അതുകൊണ്ട് ശത്രുവിന് ഞങ്ങളെ ആയുധങ്ങളിലൂടെ ഞങ്ങളെ പ്രതികരണം നിർത്താൻ കഴിയുകയില്ല. അതവർ പൂർണ്ണമായും ഭദ്രമാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഇസ്രയേലും അമേരിക്കയും പരാജയപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, അവരുടെ ആയുധങ്ങൾ എന്തെല്ലാമാണ്, അതിനെ ആക്രമിക്കാൻ എന്താണ് വേണ്ടത്, വളരെ ചുരുങ്ങിയ ചെലവിൽ എന്ന് ചിന്തിച്ച് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആയുധം ഉണ്ടാക്കുന്ന അമേരിക്കയോ റഷ്യയോ അല്ല യഥാർത്ഥത്തിൽ ഇറാൻ. തന്റെ ശത്രു ഏതാണെന്ന് മനസ്സിലാക്കി ആ ശത്രുവിനെ കീഴ്പ്പെടുത്താൻ എന്ത് ആയുധങ്ങളെല്ലാമാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി ആയുധങ്ങൾ ഉണ്ടാക്കിയവരാണ്. അതുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്ക് അത് തന്ത്രപ്രധാന മേഖലയാണ്. ആ ഹോർമുസിലേക്ക് ഒരു കപ്പൽ പോലും കടത്തിവിടാതെ അതിനെ വളയാൻ പറ്റിയ സംവിധാനം എന്താണ് എന്ന് ഇറാൻ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ഈ സ്പീഡ് ബോട്ടുകൾക്ക് പ്രത്യേകതയുണ്ട്. അതിൽ ക്രൂസ് മിസൈലുകൾ പോലും ഘടിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ള സ്പീഡ് ബോട്ടുകളാണ് ഇറാൻ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഒരു കപ്പലിന് വലയം ചെയ്യുന്ന രീതിയാണ്. സാധാരണ ഒരു യുദ്ധക്കപ്പലിന് പോലും അതിന്റെ തൊട്ടടുത്തുള്ള ഭാഗം, അതിന്റെ നേരെ അടുത്തുള്ള ഭാഗങ്ങളിൽ അതിന് ആക്രമണം നടത്താൻ കഴിയില്ല. കാരണം മിസൈൽ ആക്രമണം നടത്താനൊന്നും കഴിയില്ല. എന്നാൽ അത്തരത്തിലുള്ള ഒരു ഏരിയയിലേക്ക് വളരെ വേഗത്തിൽ പാഞ്ഞെടുക്കാൻ ഈ ചെറിയ ബോട്ടുകൾക്ക് സാധിക്കുന്നു. ഈ കപ്പലുകളെ ആക്രമിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുടിൻ പറയുന്നത്, വി ആർ ആൾസോ ഡെവലപ്പിംഗ്. ഇറാന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർമ്മിക്കാൻ ഞങ്ങളിപ്പോൾ അതിനുവേണ്ടിയുള്ള ഡെവലപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. എന്തായാലും ഈ യുദ്ധത്തിലൂടെ അമേരിക്കയും ഇസ്രയേലും ഇറാന് ലോകതലങ്ങളിൽ വലിയൊരു സൂപ്പർ പവർ ആകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തു. ഇറാൻ എന്നത് എന്താണ് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ അമേരിക്കയും ഇസ്രയേലും സഹായിച്ചു എന്നതാണ് ഇതിലൂടെ ഇറാൻ ഉണ്ടായിരിക്കുന്ന വലിയ നേട്ടം.
അതേസമയം അമേരിക്കയുടെ ആയുധങ്ങളെ കീഴടക്കാൻ സാധിക്കും, അത് അത്ര വലിയൊരു സംഭവമല്ല എന്ന് ലോകത്തിന് മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ഇറാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്.